ജാതിത്തൊണ്ട് കൊണ്ടുള്ള ഒരു സ്ക്വാഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ വയറിനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഐ ആം ലക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ജാതിമരത്തിൽ നിറയെ ജാതിക്ക ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. മഴക്കാലത്താണ് കൂടുതലായിട്ടും ജാതിക്ക പാകമാകുന്ന സമയം. ജാതിയിൽ നിന്നും ഫ്രഷായി പറിച്ചെടുത്ത ജാതിക്കയാണ്. നല്ല പാകമായാൽ ജാതിക്കത ഇതുപോലെ വിണ്ടു പൊളിഞ്ഞ് നിൽക്കുന്ന കാണാം. ഇതിനുള്ളിലെ ഈ ചുവന്ന നിറത്തിലുള്ളതാണ് ജാതിപത്രി. എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതിനുവേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഔട്ടർ പോർഷനാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് മാർക്കറ്റിൽ വലിയ വാല്യൂ ഒന്നുമില്ല, പക്ഷേ ഇതുകൊണ്ട് ഒത്തിരി ഭക്ഷ്യോപയോഗ സാധ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ സ്ക്വാഷ്, ജ്യൂസ്, പിക്കിൾസ്, വൈൻ, ഇതൊക്കെ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ജാതിക്കയുടെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഈ ഔട്ടർ ഷെല്ല്. നമ്മുടെ ഇന്നത്തെ ഐറ്റം ജാതിക്കയുടെ സ്ക്വാഷാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ജാതിക്കയുടെ ഈ ഫ്ലഷി ആയിട്ടുള്ള തൊണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 30-35 ജാതിക്കയുടെ തൊണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുക്കറിൽ ജാതിത്തൊണ്ട് നികക്കെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു വിസിലൊക്കെ വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ആ വിസിൽ സെറ്റിലായി കഴിഞ്ഞാൽ നമുക്കതിനെ നല്ലപോലെ ഒന്ന് ഊറ്റി അരിച്ചെടുക്കണം. അതിനുശേഷം ആ ജാതിത്തൊണ്ടിനെ നല്ലപോലെ ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈകൊണ്ടൊക്കെ നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് അതിലെ ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസിനെ മാറ്റി വയ്ക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു നല്ലൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ പഞ്ചസാരയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് സാധാരണ പോലെ തന്നെ കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 8-10 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2-3 പീസ് കറുകപ്പട്ടയും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇതാ അല്പം ഒന്ന് കുറുതായി ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജാതിക്ക സ്ക്വാഷ് അല്ലെങ്കിൽ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ സ്ക്വാഷ് നല്ല പോലെ തണുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വയ്ക്കാം. ദീർഘനാൾ കേടാകാതിരിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ. ഇനി ഈ സ്ക്വാഷ് കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി നമുക്ക് കാണാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. കൂടെ 2 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് പൊന്തിയ ഒരു ജാതിക്ക സ്ക്വാഷ് ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ നമുക്കതിലേക്ക് അല്പം കസ്കസും 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജാതിക്ക സ്ക്വാഷ് ഇവിടെ റെഡിയായി. ജാതിക്കത്തുണ്ട് ഇനി കിട്ടുമ്പോൾ കേടാക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നോക്കൂ. വ്യത്യസ്തമായ രുചികൾക്കായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്